Alhamdulillah Rabbil Alameen. As-salatu was-salamu ala ashrafil mursaleen wa ali kulli wa sahabati ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഈ മസ്ജിദിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള മതവിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുന്നതിന്റെ കാരണമായി, ദീനിനെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതെങ്കിലും മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവകളെല്ലാം നശിപ്പിച്ച് നാഥനായ റബ്ബ് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കർത്തവ്യ നിർവഹണം എന്ന വിഷയമാണ് ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കേവർക്കും അറിയുന്നത് പോലെ മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിനിധിയായിട്ടാണ് അയച്ചിട്ടുള്ളത്. മനുഷ്യനെ അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അവന്റെ പ്രതിനിധിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ പ്രധാനമായി പലതരത്തിൽ നമുക്ക് തിരിക്കാമെങ്കിലും പ്രധാനമായി നമുക്ക് രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് ദൈവികമായ ഉത്തരവാദിത്വങ്ങൾ, മറ്റൊന്ന് മാനുഷികമായ ഉത്തരവാദിത്വങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ചില നിശ്ചിത സമയത്ത് അന്ന പാനീയങ്ങളും അതുപോലെ ഭൗതിക സുഖങ്ങളും ഒഴിവാക്കണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അത് ശിരസ വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായ മാസമാണ്. അതില്ലെങ്കിൽ ആ ശിരസ വഹിക്കേണ്ടുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. ഈ റമദാനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ടൈം പാലിക്കുന്നതിനെ സംബന്ധിച്ച് സുബഹിക്ക് മുമ്പ് സുബഹിയുടെ ബാങ്കിന് മുമ്പ് നമ്മൾ ആഹാരം കഴിച്ച് നിർത്തുന്നു. മഗ്‌രിബിന്റെ ബാങ്കിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കുന്നു. അതുപോലെ കൃത്യമായ നിസ്കാരങ്ങളും അതുപോലെ ഇബാദത്തുകളും കൃത്യമായ സമയത്ത് നിർവഹിക്കുന്നു. അത് അല്ലാഹുവിനോടുള്ള ദൈവികമായ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ സമയത്ത് ഒരു 3 ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് ചോദിക്കാം. വിശുദ്ധ റമദാൻ ആരംഭിച്ചതേ ഉള്ളൂ. ഈ സമയത്ത് ഈ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എത്ര നന്മകൾ ചെയ്യും? ഒരു ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഞാൻ എത്രത്തോളം വിശുദ്ധ ഖുർആൻ എത്ര ഖത്മ് ഞാൻ ഈ റമദാൻ കഴിയുന്നതിനകത്ത് തീർക്കും? തീരുമാനമെടുക്കുക. ആ ഖത്മ് തന്നെ ഏതെല്ലാം സമയത്ത് ഞാൻ പാരായണം ചെയ്യും, അതുപോലെ എത്ര ക്വാളിറ്റി അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഞാൻ പാരായണം ചെയ്യും ഒരു ദിവസം. അപ്പൊ 3 ചോദ്യം. എത്ര ഖത്മ് ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ഒരു ഉദാഹരണമായിട്ട് എടുത്തതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ സന്ദർശിക്കലാകട്ടെ, ബന്ധുമിത്രാദികളെ സന്ദർശിക്കലാകട്ടെ, അതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുന്ന ദാനധർമ്മങ്ങളാകട്ടെ, സഹായങ്ങളാകട്ടെ, ഇതെല്ലാം നമ്മൾ ചെലവഴിക്കും, ഏതെല്ലാം സമയത്ത് ചെലവഴിക്കും, അത് എത്ര ക്വാണ്ടിറ്റി ചെലവഴിക്കും എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് തീരുമാനിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ലോകമാകെ അടക്കി ഭരിച്ച ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന മഹത്തായ സാമ്രാജ്യം ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാനുണ്ടായ കാരണം അവിടുത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വ കുറവായിരുന്നു.
നമ്മുടെ കുട്ടികളെ PG പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടോമൻ സാമ്രാജ്യം ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്? അത് അവസാന കാലഘട്ടത്തിൽ വന്ന രാജാക്കന്മാരുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നു. 800 വർഷത്തോളം ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന മുഗൾ സാമ്രാജ്യം അത് അവസാനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇബ്രാഹിം ലോധി ഉൾപ്പെടെയുള്ള ചില ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരവാദിത്വ ബോധമില്ല എങ്കിൽ രാഷ്ട്രങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ഭരണകൂടങ്ങൾ നഷ്ടപ്പെട്ടു പോകും. രാഷ്ട്രങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന് പിന്നെ യാതൊരു തെളിവും വേണ്ട, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഡോക്ടർ മുഹമ്മദ് അരീഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, സൗദി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ 20 വർഷത്തെ പ്രബോധന ചരിത്രത്തെ, പ്രബോധന പാരമ്പര്യത്തെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ കോറിയിട്ടിരിക്കുന്നു. എൻജോയ് യുവർ ലൈഫ് എന്ന് അത് ഇംഗ്ലീഷിൽ ആ പുസ്തകം നമുക്ക് വായിക്കാൻ സാധിക്കും. നെറ്റിൽ അവൈലബിൾ ആണ്. എൻജോയ് യുവർ ലൈഫ്. ആ പുസ്തകം അദ്ദേഹം ആദ്യം എഴുതുന്നത് അറബിയിലാണ്. അറബി അറിയാവുന്നവർക്ക് വായിക്കാം. ഇനി ആ പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ്. ജീവിതം ആസ്വദിക്കും എന്നാണ് പുസ്തകത്തിന്റെ പേര്, ടൈറ്റിൽ. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒരു അനുഭവം, ഒരു വെള്ളിയാഴ്ച അദ്ദേഹം ഒരു സൈനിക ക്യാമ്പിലെ പള്ളിയിലെ ഇമാമാണ്. ഒരു വെള്ളിയാഴ്ച നിസ്കാരമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ സൈനിക ക്യാമ്പിന്റെ പാറാവുകാരൻ, സെക്യൂരിറ്റി ഓഫീസർ ഡോർ തുറന്നു കൊടുക്കുന്നില്ല, ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല. ഡ്രൈവർ 1 തവണ ഹോൺ അടിച്ചു, 2 തവണ ഹോൺ അടിച്ചു, 3 തവണ ഹോൺ അടിച്ചു, രക്ഷയില്ല. അദ്ദേഹം മുഹമ്മദ് അരീഫിയോട് പറഞ്ഞു, യാ ഷേഖ് അൽ ഹാരിസ് ലാ യഫ്തഹുൽ ബാബ്. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു തരുന്നില്ല. മുഹമ്മദ് അരീഫ് തന്റെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ത്തിയിട്ട് കൈ പുറത്തേക്ക് ഇട്ടിട്ട്, സഹോദര, യാ അഖി തആല, സഹോദര ഒന്ന് വരൂ, വിളിച്ചു. ഒന്ന് ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു, കുറച്ച് അത്യാവശ്യമുണ്ട്. ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, താങ്കൾക്ക് എന്ത് പ്രയാസമാണ്, താങ്കൾക്ക് എന്ത് പിണക്കമാണ് എന്നോടുള്ളത് എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഗേറ്റ് തുറന്നത്. ഡോക്ടർ മുഹമ്മദ് അരീഫ് പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങയോട് ഒരു പിണക്കവുമില്ല, ഒരു പ്രയാസവുമില്ല. അപ്പൊ പറഞ്ഞു, താങ്കൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് താങ്കൾ ഗ്ലാസ് താഴ്ത്തുകയും എന്നോട് സലാം പറയുകയും സുഖമാണോ എന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട്, എനിക്കൊരു ദുആയും ചെയ്യാറുണ്ട്. അത് താങ്കളുടെ ആവശ്യ സാധൂകരണത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം താങ്കൾ തിരിച്ചു പോകുമ്പോഴും എന്നോട് സലാം പറയുകയും എനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്യുകയും ചെയ്യുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഡോക്ടർ മുഹമ്മദ് അരീഫിക്ക് ആ ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതിനു ശേഷം പറഞ്ഞു, എന്റെ സഹോദര, ഞാൻ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കയറി ജുമഅയ്ക്ക് വേണ്ടിയിട്ട് ഖുതുബ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മെമ്പറിലേക്ക് കയറുന്ന സമയത്ത് എന്റെ ഫോൺ ഞാൻ സൈലന്റ് ആക്കി വെക്കും. ആ സൈലന്റ് ആയ ഫോണിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും കോളുകൾ ചെയ്തിട്ടുണ്ടാകും, പല മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാകും. തിരിച്ച് ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുന്ന ഈ സമയത്ത് എന്റെ ഫോണിലേക്ക് വന്ന കോളുകളിൽ അത്യാവശ്യം വേണ്ടുന്ന കോളുകൾക്ക് തിരിച്ചു കോൾ ചെയ്യുകയും വന്ന മെസ്സേജുകൾക്ക്, അത്യാവശ്യം വേണ്ടുന്ന മെസ്സേജുകൾക്ക് തിരിച്ച് മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്ന സമയത്താണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ വണ്ടി ഇവിടം കടന്നു പോകുന്നത്. അതിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയോട് സലാം പറയാൻ വിട്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒന്നുകൂടി ഹസ്തദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ ഒരിക്കലും താങ്കളോട് സലാം പറയാതിരിക്കില്ല. ഈ സംഭവം വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്നിൽ നിന്നും ഒരു സലാം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മെ നാമാക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഗുരുക്കന്മാർ, അവർ നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ സംഭവം വളരെ മനോഹരമായി
ഈ ഡോക്ടർ മുഹമ്മദ് അലീഫി എൻജോയ് യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഹൃദയസ്പൃക്കാകുന്ന ഈ 20 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഹൃദയസ്പൃക്കാകുന്ന ഒരുപാട് സംഭവങ്ങളാണ് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം വിവരിക്കുന്നത്. എന്ന് മാത്രമല്ല 2020 സൗദി അറേബ്യയിലെ ബെസ്റ്റ് സെല്ലറായി വിറ്റുപോയ പുസ്തകവും ഈ എൻജോയ് യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉത്തരവാദിത്വ നിർവഹണം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കൽപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ അൻ റഇയതിഹി. നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ്, ഓരോരോ സ്ഥലങ്ങളിലുള്ള ഭരണകർത്താക്കളാണ്. അത് ഇന്ന സ്ഥലമെന്നില്ല, രാജ്യത്തിന്റെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ വീടിൻ്റെതാകാം, കുടുംബത്തിൻ്റെതാകാം, ഒരു ഓഫീസിലേതാകാം. നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ഉത്തരങ്ങൾ പറയാതെ നമുക്ക് അവിടെ നിന്ന് ഒരല്പം പോലും മുന്നോട്ട് കിടക്കാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണമാസന്നമായ രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അടുത്തുണ്ടായിരുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അബൂബക്കറിനോടൊന്ന് പറയണേ എന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻഹു. അപ്പൊ അടുത്തു നിന്ന് ആളുകൾ പറഞ്ഞു, അങ്ങ് ഈ രോഗശയ്യയിൽ കിടക്കുന്ന, ഇത്രയും രോഗമായിട്ട് കിടക്കുന്ന ഈ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങയുടെ സ്ഥാനത്തേക്ക് കയറി നിന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ഒരുപക്ഷെ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം വല്ലാത്ത വേദനയിലാണ്. ഹബീബുൻ ഇലാ ഹബീബാണ്, ആത്മസുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും. നമുക്കറിയാം അവരുടെ ചരിത്രങ്ങൾ വളരെ വിശാലമായ ചരിത്രങ്ങളാണ് രണ്ടുപേരും തമ്മിലുള്ള ജീവിത ചരിത്രം. അപ്പൊ അത്രയും ആത്മാർത്ഥ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങയുടെ സ്ഥാനത്ത് കയറി നിന്ന് നിസ്കരിച്ചാൽ നിസ്കാരം പൂർത്തിയാക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധ്യമല്ല, അദ്ദേഹം കരഞ്ഞു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം, ഉത്തരവാദിത്വ പൂർത്തീകരണത്തിന് അബൂബക്കറിനെ പോലെ ആരും ഈ ലോകത്തില്ല. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, തന്നോടൊപ്പം വളർന്ന തന്റെ ജ്യേഷ്ഠ മകനായ അലി റളിയല്ലാഹു അൻഹുമെല്ലാം അതിനുശേഷമേ വരുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്ത് അതിനകത്ത് യാതൊരു തരത്തിലുള്ള പാളിച്ചയും അബൂബക്കറിന് പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അബൂബക്കറിനോട് പറയൂ, എനിക്ക് പകരമായി കയറുന്നത് നിസ്കരിക്കാം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്മാറാതെ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമുള്ള ആ ഇസ്ലാമിക ഭരണകൂടത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൂചന കൂടിയായിരുന്നു അത്തരത്തിൽ പ്രവാചകൻ ഏൽപ്പിച്ചിരുന്ന ചില ഉത്തരവാദിത്തങ്ങൾ. അതായിരുന്നു പിന്നീട് സ്വഹാബത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അത്തരത്തിൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നമുക്കറിയാം, അറബി ഭാഷ, നമ്മൾ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയാണ്, വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണ്. ഇന്ന് സ്വർഗത്തിൽ നമ്മൾ കടക്കുമ്പോൾ അവിടുത്തെ ഭാഷയും അറബിയാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ട് നമ്മളോട് അറബി ഭാഷയെ ഇഷ്ടപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ അറബി ഭാഷയുടെ ലോകത്തുള്ള നവോത്ഥാനമായിട്ട് കണക്കാക്കുന്നത് 1798 നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഈജിപ്തിലേക്കുള്ള വരവാണ്. ഈജിപ്ത് ആക്രമിച്ച് കീഴടക്കിയതാണ്. 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിലേക്ക് വരുമ്പോ അദ്ദേഹം ബൂലാഖി എന്ന് പറയുന്ന ഒരു പ്രസ് കൂടി കൊണ്ടുവന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അറബി അല്ല ഈജിപ്തിലേക്ക് വന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ നിന്ന് വരുന്നതാണ്, ഫ്രഞ്ച് ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഈജിപ്തിലേക്കുള്ള വരവിനെയാണ് അറബി ഭാഷയുടെ നവോത്ഥാനമായിട്ട് കണക്കാക്കുന്നത്. ആ ഈജിപ്തിലേക്ക് വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവന്ന ബൂലാഖി എന്ന പ്രസ്സിലാണ് ആദ്യത്തെ അറബി പത്രം അൽ വഖായിഉൽ മിസ്രിയ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചു. അത് വേറെ സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ 1798 അദ്ദേഹം ഫ്രഞ്ച് ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം ഏകദേശം 3-4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി. അതിനുശേഷം അൽബേനിയക്കാരനായ മുഹമ്മദ് അലി ബാഷ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈജിപ്തിന്റെ ഭരണാധികാരിയായി വരുന്നത്.
ഇദ്ദേഹം ഭരണത്തിൽ വന്ന ഉടനെ ചെയ്ത കാര്യം 40 ആളുകളെ സെലക്ട് ചെയ്തു. ഈജിപ്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് 40 സ്കോളേഴ്സ്, പണ്ഡിതന്മാരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ എല്ലാവരെയും ഫ്രാൻസിലേക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചു. പോകുന്ന സമയത്ത് റിഫാഅത്ത് ത്വഹ്താവി എന്ന് പറയുന്ന ഒരു ഇമാമിനെ കൂടി അവരെ കൂടെ വിട്ടു. എന്തിനാണെന്നറിയോ? ഇവർ പാരീസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നാൽ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്, ദീനിയായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, നോക്കി നടക്കാൻ വേണ്ടിയിട്ട് റിഫാഅത്ത് ത്വഹ്താവി എന്ന് പറയുന്ന പണ്ഡിതനെ കൂടി അവരോടൊപ്പം അയച്ചു, ഇമാമിനെ അയച്ചു. അവിടെ ചെന്ന് 4-5 മാസങ്ങൾ കഴിഞ്ഞപ്പോ റിഫാഅത്ത് ത്വഹ്താവി ഈജിപ്തിന്റെ ഭരണാധികാരിയായ മുഹമ്മദ് അലി ബാഷയിലേക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്, അങ്ങനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഈ 40 ആളുകൾക്ക് ഇമാമത്ത് നൽകുക, അവർ നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി നോക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് അങ്ങയുടെ മുന്നിൽ വെക്കാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് കൂടി പഠിക്കാനുള്ള അവകാശം നൽകണം എന്ന് പറയും. അങ്ങനെ റിഫാഅത്ത് ത്വഹ്താവിക്ക് നിബന്ധനയോടുകൂടി താങ്കളുടെ ഉത്തരവാദിത്തങ്ങൾ, താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് താങ്കൾ കൂടി പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റിഫാഅത്ത് ത്വഹ്താവിക്ക് മുഹമ്മദ് അലി ബാഷ തിരിച്ചു കത്ത്. അങ്ങനെ അദ്ദേഹവും പഠിച്ചു. ഏകദേശം 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഫ്രഞ്ച് പഠനം കഴിഞ്ഞതിന് ശേഷം, എന്തിനാണ് ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, അറബി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെ, ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെ ഫ്രഞ്ച് ലാംഗ്വേജിലേക്ക് പകർത്താനും, ഫ്രഞ്ച് ലാംഗ്വേജിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളെ അറബി ഭാഷയിലേക്ക് പകർത്താനും വേണ്ടിയിട്ടാണ്, ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ 41 ആളുകൾ തിരിച്ചു വന്നു, ഈജിപ്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ സെന്റർ അവിടെ സ്ഥാപിക്കുകയാണ്, ഈജിപ്തിൽ, കെയ്റോ ആസ്ഥാനം. ആ സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പരീക്ഷ നടത്തി. ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്ലേഷൻ സെന്ററിന്റെ ഡയറക്ടറാക്കാൻ വേണ്ടി നോക്കുമ്പോ ആ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങിയത് ഈ റിഫാഅത്ത് ത്വഹ്താവി എന്ന് പറയുന്ന വ്യക്തിയാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ കടമകൾ നിർവഹിച്ചതിന് പുറമെ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചതിന് പുറമെ അഡീഷണലായി അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യം, അത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക്, ചേഞ്ചുകൾക്ക് കാരണമായ ഈ ട്രാൻസ്ലേഷൻ സെന്ററിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു. പ്രിയമുള്ള സഹോദരന്മാർ, ഇനി ഇതെല്ലാം ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചതിന്റെ പേരിൽ കിട്ടിയ സംഭവങ്ങളാണെങ്കിൽ, കാര്യങ്ങളാണെങ്കിൽ, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോയപ്പോ ഒരു സ്വഹാബിയായിട്ട് പോലും, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്വഹാബിയായിട്ട് പോലും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ചില പ്രയാസങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. യുദ്ധ സാമഗ്രികൾ വാങ്ങുന്നു, പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നു, ഒക്കെ വാങ്ങുന്നു. കഅബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ് ഒരു ഹദീസിൽ. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഈ യുദ്ധത്തിന് പോകുന്നതിന്, തബൂക്ക് യുദ്ധത്തിന് പോകുന്നതിന് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും വാങ്ങി 2 വാഹനം, എനിക്കും എന്റെ സുഹൃത്തിനും പോകാൻ വേണ്ടിയിട്ട്. അവസാനം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പോയി, സാധനങ്ങൾ വാങ്ങി വന്നു. പുറപ്പെടാൻ പറഞ്ഞ ദിവസം, കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, പുറപ്പെടാൻ പറഞ്ഞ ദിവസം എന്തോ കാരണത്താൽ എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അതായത് വെറും നിസ്സാരമായ കാരണം, പിശാചിന്റെ ഒരു ചെറിയ പിൻവലിക്കൽ. അദ്ദേഹം വിചാരിച്ചു നാളെ പോകാം. പിറ്റേ ദിവസമായപ്പോ അന്നും മടിച്ചു. 2ാമത്തെ ദിവസമായപ്പോ വീണ്ടും മടിച്ചു. അങ്ങനെ 2-3 ദിവസങ്ങൾ അദ്ദേഹം മടിച്ചതിന് ശേഷം ആ യുദ്ധത്തിലേക്ക് അദ്ദേഹം പോയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധവേളയിൽ അവിടെ ഇരുന്നുകൊണ്ട് സ്വഹാബത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്ന വേളയിൽ ഇങ്ങനെ നോക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയെ കാണുന്നില്ലല്ലോ. റസൂൽ ചോദിച്ചു, കഅബ് എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അതായത് കഅബിനോട് മാനസികമായി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, കഅബിനെ എന്തോ ഭൗതിക സാഹചര്യങ്ങൾ വിലക്കിയിട്ടുണ്ടാകും, എന്തോ ഭൗതിക കാരണങ്ങൾ കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിൽ അങ്ങയുടെ ആഹ്വാനത്തെ കേൾക്കാത്തത് എന്ന് പറഞ്ഞു. എന്തായാലും യുദ്ധമെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വിജയിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോ
ഇവിടെ നേരത്തെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത രണ്ടാളുകളും ഈ കഅബ റളിയല്ലാഹു അൻഹും അങ്ങനെ പ്രധാനപ്പെട്ട മൂന്നാളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്തില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ യുദ്ധത്തിൽ പോകാതിരുന്ന കാരണങ്ങളുണ്ടായിരുന്ന ആളുകളൊക്കെ വന്ന് ഓരോരോ കാരണങ്ങൾ ബോധിപ്പിച്ച് അവർക്കെല്ലാം അഫ്വ് കൊടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷേ ഈ മൂന്നാളുകളോട് പ്രവാചകൻ അവരെ പ്രവാചകന്റെ അടുക്കൽ വന്ന് സലാം പറയുമ്പോൾ മടക്കുന്നില്ല. നോക്കൂ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം തബൂക്ക് യുദ്ധത്തിൽ കൂടെ പോവുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമായിരുന്നു. അവിടെ പോയി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ യുദ്ധമായിരുന്നില്ല. എന്നിട്ട് പോലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ കിട്ടിയ ഒരു ശിക്ഷയാണ് ബഹുമാനപ്പെട്ട കഅബ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സലാം മടക്കുന്നില്ല. പ്രവാചകന്റെ ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ പതുക്കെ അങ്ങനെ തിരിഞ്ഞു കളയും. അപ്പൊ പിന്നെ തിരിച്ചു പോകും. ഇങ്ങനെ പല ദിവസങ്ങളായി, ഏകദേശം 40 ദിവസമായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളയച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഇനി ഭാര്യയോടൊപ്പം താമസിക്കാൻ പാടില്ല, ഭാര്യയെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞു. അതായത് ഭാര്യയുടെ വീട്ടിലേക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞു. വീണ്ടും പ്രയാസമായി. അതായത് പ്രവാചകൻ മിണ്ടാതായപ്പോ